ഞാൻ ഇതിനു മുമ്പ് ഒരു ഹോട്ടലിനെ കണ്ടിട്ടില്ല. ഇതാണ് ഏർക്കാട് ടൗണിലെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ് ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഏർക്കാട്, സേലം ടു ഏർക്കാട് പോകുന്ന വഴിയിലാണ്. ഞാനും ശ്വേതയും കൂടി ഒരു 2 ദിവസത്തെ ഒരു ട്രിപ്പ്, ചെറിയൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഏർക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഗ്രാൻഡ് പാലസ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തേക്കുന്നത്. ബാക്കിയൊക്കെ വഴിയേ പറയാം കാര്യങ്ങളൊക്കെ. അപ്പോൾ 2 ദിവസത്തെ ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞങ്ങൾ പോകുന്നത് സ്കൂട്ടറിലാണ്. ശരിക്കും സ്കൂട്ടറിൽ പോകുന്നതാണ് നല്ലത്. അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ സ്കൂട്ടറിൽ പോകുന്നതാണ്. കാരണം കാറിൽ പോയ എല്ലാ റൂട്ടിലും പോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്കൂട്ടറിലാണ് പോകുന്നത്. സോ ഏർക്കാടിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. സേലം അടിവാരത്തിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നൊരു 20-25 കിലോമീറ്ററാണ് മേളിലോട്ടുള്ളത്. അവിടെ ചെന്നിട്ട് എങ്ങോട്ടാണ് ഹോട്ടലിൻ്റെ വഴിയെന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ല. ശരിക്കും ഞങ്ങളൊരു 4-ാമത്തെ തവണയാണ് ഏർക്കാട് വരുന്നത്. ഇതിന് മുമ്പ് വന്നിട്ടുള്ള സ്റ്റെർലിംഗ് ഹോട്ടലിൽ വന്ന് സ്റ്റേ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രാൻഡ് പാലസ് ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ടാണ് പോകുന്നത്. ശ്വേതയ്ക്ക് ആക്ച്വലി ഇവിടെയൊക്കെ അറിയാം, എല്ലാം അരച്ചിലക്കി കുടിക്കുന്നത്. കാരണം ശ്വേതയുടെ വീട് സേലത്താണ്. അവിടെ നിന്ന് അധികം ദൂരമില്ല ഏർക്കാടിലോട്ട് അല്ലേ? എനിക്ക് എല്ലാ ഇടവും തരുമല്ലേ? സോ ശ്വേതയാണ് ഞങ്ങളുടെ എൻ്റെ ഗൈഡ്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ ഫുഡ് സ്പോട്ടും അറിയാമെന്നാണ് പറയുന്നത്. നോക്കാം. ഏർക്കാട് ആക്ച്വലി സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 4900 അടി മേലെയാണ്. ഇവിടെ പറ്റിയ ക്ലൈമറ്റ്, വരാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ ഫെബ്രുവരി ഒരു സമയത്താണ്. ഞാൻ ഇതിന് മുമ്പ് വന്നത് സെപ്റ്റംബർ ഒക്ടോബറിലാണ്. അപ്പോഴും മുകളിൽ കുറച്ച് ഫോഗ് ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ഫോഗ് കിട്ടത്തില്ല. ഓൺ ദ വേക്ക് ഫോഗ് കുറവാണ്. പക്ഷെ ഇന്ന് കുറച്ച് തണുപ്പുണ്ട് പോകുന്ന വഴിയിൽ. നമുക്ക് നോക്കാം. മുകളിൽ ഇതിനേക്കാളും തണുപ്പായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്തിരി കട്ടിയുള്ള ഷർട്ടൊക്കെ എടുത്ത് വയ്ക്കുന്നത്. നോക്കാം മുകളിൽ പോയിട്ട്. ഇതുപോലത്തുള്ള ഒരുപാട് വ്യൂ പോയിന്റുകൾ പോകുന്ന വഴിയിൽ കുറേ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു രാത്രിയിലായിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാകുന്നു. രാത്രി ആകുമ്പോഴത്തേക്കും താഴെ അവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറായിരിക്കും കാണാനായിട്ട്. കുറച്ച് പിള്ളേരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ഫോട്ടോ പോയിന്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ എന്താണോ ഉള്ളതെന്ന് തോന്നുന്നു ഇത്ര ഫോട്ടോ എടുക്കാൻ. ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് ശരിക്കും ബ്രിട്ടീഷുകാർ കൺസ്ട്രക്ട് എന്താ ഇയർ അതറിയില്ല. ബ്രിട്ടീഷുകാരാണ് ശരിക്കും ഇത് കൺസ്ട്രക്ട് ചെയ്തത്. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഡെവലപ്പ് ചെയ്ത കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. കുറേ ടീ, കോഫി എസ്റ്റേറ്റുകൾ, അങ്ങനത്തെ പരിപാടികളൊക്കെ. പിന്നെ ഇപ്പോഴാണ് ഇത് കുറച്ചുകൂടി ടൂറിസം ബേസ്ഡ് സ്ഥലമായത്. ഫോഗ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇവിടുന്ന് അവിടെ നോക്കിയാൽ കുറച്ച് ഫോഗൊക്കെ കാണാം. ഞങ്ങൾ അങ്ങോട്ടാണ് ശരിക്കും പോകുന്നത്. അത്യാവശ്യം തണുപ്പ് കയറി വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര വലിയ തണുപ്പൊന്നും പറയാനില്ല. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും തണുപ്പുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പുണ്ടാവും. മുകളിൽ ഇതിൽ നിന്ന് കുറച്ചുകൂടി കാണുമായിരിക്കും അല്ലേ? ഇന്നും ചുറ്റുന്നായിരിക്കും മേലെ. ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ് ഇതൊക്കെ. വണ്ടികളൊക്കെ ആയിരിക്കും. വൈൽഡ് അനിമൽസ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ വൈൽഡ് അനിമൽസ് ഇല്ല. നീ പാത്തിരിക്കുക ഇല്ല. എന്താ വൈൽഡ് അനിമൽ ഇല്ല? എന്തത് ഉള്ള്? ഓക്കെ. ഉള്ളിനെ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് ശ്വേത പറയുന്നത്. വിശ്വസിക്കാൻ അത് കള്ളാണോന്ന് അറിയത്തില്ല. ഉള്ളെടുക്കാം. ഉള്ള് വൈൽഡ് പുള്ളാണ്. എൻ്റെ പുള്ളു നോക്കാം. ഉള്ളിനെ കാണാൻ പറ്റും. ഇവിടെ എഴുതിയിട്ടുണ്ട് 20 ഹെയർ പിൻ ഉണ്ട്. ഞങ്ങളിപ്പോൾ 3
മൂന്നാമത്തെ ഹെയർ പിന്നിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇവർക്ക് താഴെ സേലത്ത് വന്നിട്ട് ഒരു മോഡേൺ തിയേറ്റർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പഴയ ഒരു സ്റ്റുഡിയോ ആണ്. പഴയ MGR ശിവാജി ഗണേശൻ പടങ്ങളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഉള്ള ഈ ഹൈ റേഞ്ച് ഹിൽ സ്റ്റേഷൻ ലൊക്കേഷൻസ് ഒക്കെ അവർ ഇവിടെ ആയിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. നല്ല റോഡ്. ശരിക്കും ഏർക്കാട് വരാനായിട്ട് ഒരു 3-4 വഴിയുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന സേലത്തു നിന്നുള്ള റൂട്ടിലാണ്. സേലത്തുനിന്ന് ഏർക്കാട് പോകുന്ന റൂട്ടാണ്. சரி, ஏற்காடை பத்தி உனக்கு தெரிஞ்ச விஷயங்கள் என்னலாம் சொல்லு. அது வந்து கொஞ்சம் சத்தமா சொல்லு. இட்ஸ் நம்ம வந்து மத்த ஊட்டி அதெல்லாம் கொஞ்சம் டைம் ஆகும். So this is like a go to place. Just ஒரு 30 minutesல வந்துடலாம். நம்ம ஏற்காடு போகணும்னா 30 minutes போதும். மேலே ரீச் ஆகலாம். அது 20 kilometers தான். ஸோ அது ஒரு பிகஸ்ட் அட்வான்டேஜ். அண்ட் டிஸ்டன்ஸ் வந்து கம்மியாக இருக்கனால இங்கே வந்து கிளைமேட்டும் நல்லா இருக்காது. இல்லை கிளைமேட் ஆல்சோ பி லைக் வெரி கோல்ட் அட் டைம்ஸ். அட் இன்னும் ஈவினிங் எல்லாம் போனால் நல்ல ஒரு ஃபாக் ഭയങ്കര കോൾഡാണ്. ഊട്ടി മൂന്നാറൊക്കെ പോയി മടുത്തവർ ഉണ്ടെങ്കിൽ ഏർക്കാട് വരും. കാരണം നല്ല ഡ്രൈവാണ്, ഫോഗുണ്ട്, മോളിൽ പോയാൽ അത്യാവശ്യം അഡ്വഞ്ചർ സ്പോട്ടുകളൊക്കെ ഉണ്ട്, വ്യൂ പോയിന്റ്സ് ഒരുപാടുണ്ട്, ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമാണ്. ഗ്രാൻഡ് പാലസ് ഹോട്ടൽ. ശരിക്കും ഒരുപാട് ഹോട്ടൽസും റിസോർട്ടൊക്കെ ഉള്ള സ്ഥലമാണ് തോന്നുന്നു. ഗ്രാൻഡ് പാലസ്. ഇവിടെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതാണ്. ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് സാപ്പിട പോലാമ. ഓക്കെ, ചെക്ക് ഇൻ ചെയ്തിട്ട് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി. യെസ്. വെൽക്കം ഡ്രിങ്ക് കരിപ്പട്ടി കാപ്പി. ടൈമാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ റൂം. ചെറിയൊരു റൂം ടൂർ കാണിക്കാവേ. കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു നമ്മുടെ ലോക്കറുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഇല്ല, ഇവിടെ ലഗേജൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ കോഫി, complimentary coffee powder everything. And அவங்க வந்து நம்ம திரும்ப காலியானா திரும்ப அவங்களுக்கு റീഫിൽ பண்ணலாம். ഓക്കെ. യാ, അത്യാവശ്യം നല്ല യാ നൈസ്. ഇന്റീരിയർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല കോസി ഫീലിംഗ് ഉണ്ട്. And the best part, ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ആദ്യം ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. നൈസ്. പക്ഷേ ഈ സാധനം തുറക്കാൻ പറ്റത്തില്ലേ, കാരണം കുരങ്ങൻ വന്ന് കയറും. അതുകൊണ്ട് അവർ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് ഇതിനകത്തുള്ള റൂമിനകത്തുള്ള സാധനങ്ങളൊക്കെ കുരങ്ങൻ വന്ന് എടുത്തുകൊണ്ട് പോകും. അതിനകത്ത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിനു മുമ്പ് ഒരു ഹോട്ടലിനെ കണ്ടിട്ടില്ല. ഞാൻ വീഡിയോസിൽ ഒന്നിനും കണ്ടിട്ടില്ല. ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. ടങ് റൂമിനകത്ത് ഗ്ലാസ്. രാത്രിയൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്കും പേടിക്കും കേട്ടോ. ആദ്യമായിട്ട് ഇച്ചിരി ഹൈറ്റൊക്കെ പേടിയുള്ളവരാണെങ്കിൽ ഇത് കുറച്ച് പാടാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഫ്ലോറില്ല, കുറച്ച് തള്ളിയാണ് നിൽക്കുന്നത് ഫ്രണ്ടിലോട്ട്. ഓക്കെ, നെക്സ്റ്റ് ബാത്റൂം കാണിക്കാം. സി இது வந்து ஒரு பாட்டில் ஓப்பனர் வச்சுருக்காங்க பாத்ரூமில். அது ஹேர் ட்ரையர். அண்ட் இதெல்லாம் காம்ப்ளிமெண்ட்ரி. அண்ட் நம்ம பாத்ரூமில் இருந்து എനിക്ക് തോന്നുന്നു ബെസ്റ്റ് പാർട്ട് ഇവിടെ നമ്മളെ റൂമിലോട്ട് കൊണ്ട് ലഗേജൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ആൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തേ. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും
അത് ഭയങ്കര ആക്റ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സർവീസ് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി ആക്ച്വലി 2 ദിവസത്തെ സ്റ്റേ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഞങ്ങളിപ്പോൾ 2 മണിയാകാൻ പോകുന്നു. ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സോ ഇനി പുറത്തെ കാഴ്ചകൾ കാണാം കുറച്ച് നേരം. നമ്മളിപ്പോൾ എവിടെ പോകുന്നത്? നമുക്ക് പുറം ഇപ്പോൾ കഴിക്കാനില്ല, കഴിക്കാൻ. മഴയുടെ ഇവിടെ ശരിക്കും രാവിലെ 9:30-ക്കും ഈവനിങ് 3:30-ക്കും ഇപ്പോൾ ഹോട്ടലുകാർ തന്നെ നമ്മളെ ട്രക്കിങ്ങിനൊക്കെ കൊണ്ടുപോകേ. പിന്നെ അല്ലാതെ വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 9:30-ക്കും 3:30-ക്കും ട്രക്കിംഗ് ഉണ്ട്. ഇവിടുന്ന് ഇവിടുന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ നിന്ന് ഒരു 2 hours ട്രക്കിംഗ്. ക്ലൈമറ്റ് തുമ്മൽ സ്റ്റാർട്ട് ചെയ്ത്. ഇനി നാളെ കാണാം ഗൈസ്. തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തൂല. ഇതാണ് ഏർക്കാട് ലേക്ക്. ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസം സ്പോട്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഏർക്കാട്. നമ്മളിപ്പോൾ ഉള്ളത് ഹോട്ടൽ സെൽവം എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഇവിടുത്തെ ഇച്ചിരി പഴയ ഒരു ഹോട്ടലാണ്. റീലിലും കുറേ വീഡിയോസിലൊക്കെ നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു ഹോട്ടലാണ്. എനിക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ശരിക്കും ഒരു ചെറിയൊരു കടയാണ്. ഇവിടെ ഹോംലി ഫുഡ് പോലത്തെ സംഭവമാണ്. ഒന്ന് മേടിച്ച് 2 പേർ കഴിക്കാം. പക്ഷേ ബിരിയാണി പ്രാന്തന്മാർക്ക് ഫുള്ള് തീർക്കാൻ പറ്റും. എനിക്ക് ഫുള്ള് തീർക്കാൻ പറ്റും. അത്യാവശ്യം വലിയൊരു പീസാണ് ചിക്കനുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് അടിപൊളിയായിരുന്നു. നിങ്ങൾ 2 പേരായിട്ട് വരുവാണെങ്കിൽ ഒരു ബിരിയാണി വാങ്ങിച്ചാൽ മതി. ബിരിയാണിയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ബിരിയാണി മേടിച്ചാൽ മതി. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 2 പേർക്ക്. ഞങ്ങൾക്ക് 2 എണ്ണം മേടിച്ചിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ബിരിയാണി പ്രാന്തനാണ്. ഞാനൊരു ബിരിയാണി പ്രാന്തനായിട്ട് പോലും എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് പാഴ്സൽ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും ഈ സ്ഥലം. നല്ല തിരക്കുണ്ട്. ഒരു 10-15 മിനിറ്റ് ഉച്ചയ്ക്കൊക്കെ വരുമ്പോഴത്തേക്കും വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ സീറ്റ് കിട്ടും എന്തായാലും. 3 മണി വരെ അവർ ഉള്ളു ഉച്ചയ്ക്ക് ലഞ്ച്. സോ കഴിയുന്ന നേരത്തെ വരിക. ഹോട്ടൽ സെൽവം. എന്താ റൂട്ട്? ഷേവറോയ്സ് റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഹോട്ടൽ വരുന്നത്. ചെറിയ ഹോട്ടലാണ്. ഇതാണ് ഹോട്ടൽ. നെക്സ്റ്റ് നമ്മ ടീ കുടിക്കാൻ പോகிறோம். ബിരിയാണി. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചായ വേറെ ഉഗ്രനായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ബസ് സ്റ്റാൻഡ്, ഏർക്കാട് ബസ് സ്റ്റാൻഡ്. മെയിൻ ടൗൺ ഏർക്കാട്, മെയിൻ ടൗൺ. ഇതാണ് മോൺഫോർട്ട് സ്കൂൾ. ഇവിടുത്തെ ഫേമസ് സ്കൂളാണ്. ഊട്ടിയിലൊക്കെ ഉള്ള പോലത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പഠിച്ച വിക്രമൊക്കെ പഠിച്ച സ്കൂളാണ് മോൺഫോർട്ട് സ്കൂൾ. വിക്രം പഠിച്ച സ്കൂൾ. നിങ്ങൾ 2 വീലറിലാണ് ഏർക്കാട് വരുന്നതെങ്കിൽ ഒരു കട്ടിയുള്ള ജാക്കറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. കാരണം നല്ല തണുപ്പ്. വണ്ടി ഓടിക്കാൻ പാടാണ്. ചെറിയൊരു ഷർട്ട്, അത്യാവശ്യം കട്ടിയുള്ള ഷർട്ടാണ് ഇത്. പക്ഷെ എന്നാലും നല്ല തണുപ്പുണ്ട്. ഒരു ജാക്കറ്റ് കൊണ്ടുവരും. ഒരു കാട്ടിക്കുള്ള വൈസൺ വ്യൂ. ഇവിടെയൊക്കെ കുരുമുളക് കാണാം. കുരുമുളകിൻ്റെ ഫാം ഞാൻ കണ്ടു. ടീ കണ്ടായിരുന്നു. വേറെ എന്തായിരിക്കും ഫാം? പ്ലാന്റേഷൻ. കോഫി. നമ്മളിവിടെ ഒരു ഏലക്ക ചായ കുടിക്കാൻ വന്നതാണ്. ഇവിടുത്തെ ഏർക്കാട് ഏറ്റവും ബെസ്റ്റ് ചായ. പ്രിയ കുടിച്ചിട്ട് ടീ കൊള്ളാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊന്ന് ഇവിടുത്തെ
ടീ ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെയുള്ള ഇച്ചിരി കടുപ്പത്തിലാണ്. നോർമൽ ടീ പറഞ്ഞാലും നല്ല കടുപ്പത്തിലാണ് ഇടുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ അഡ്വഞ്ചർ സ്പോട്ടാണിത്. ഇവിടെ കുറേ സ്കൈ വാക്ക്, ഗോ കാർട്ടിംഗ് പോലെയൊക്കെ ഉണ്ട്. ഇതാണ് ഏർക്കാട് ടൗണിലെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏർക്കാട് ലേക്കാണിത്. ഇവിടെ എനിക്കൊന്ന് ഈവനിങ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് കുട്ടി കുട്ടി കടകളൊക്കെ ഉണ്ട്. അവിടെ അവിടെ ഒരു കടയുണ്ട്. അവിടെ മാഗി നൂഡിൽസ് അവിടെ ഒരു അക്കയുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. ശ്വേതയുടെ ഫേവറേറ്റ് സ്പോട്ടാണത്. ഉനക്ക് ഏർക്കാടോടെ മീൻ തെരിയുമോ? ഏർക്കാടോടെ മീനിങ് என்னன்னா ഏരി പ്ലസ് കാട്. ഏരിന ലേക്ക്, കാടിന ഫോറസ്റ്റ്. ഈ ഏർക്കാടിൻ്റെ ചുറ്റിനും ഒരു കാട് പോലെയാണ്. അങ്ങനെയാണ് ഈ പേര് വന്നത്. ഏരി എന്ന് പറഞ്ഞാൽ ലേക്ക്, കാടെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള വ്യൂ. ഒരു പ്ലേ ഏരിയ പോലെ കളിക്കാൻ വലിയൊരു ചെസ് ബോർഡ് തറയിൽ. പിന്നെ അപ്പുറത്തൊരു കിഡ്സ് ഏരിയ സ്പോട്ടുണ്ട്. പിന്നെ ട്രാംപൊളീൻ. അതിൽ പണിയായിരിക്കണം, ഇല്ലെങ്കിൽ ഇതിൽ കയറായിരുന്നു. ആക്ച്വലി തിരക്കില്ലാത്തപ്പോൾ വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നല്ല രസമുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ. അടിപൊളിയാണ്. ഈ കാണുന്ന എല്ലാം ഓരോരോ ഹോട്ടൽസാണ്. ഓരോരോ ചെറിയ ചെറിയ ഹോട്ടൽസാണ് ഈ താഴെ ഫുള്ള് കാണുന്നത്. നമ്മൾ വരുന്ന വഴിക്കാണ് ഇത് ഫുള്ളുള്ളത്. ഇവിടെ നിന്നാണ് ആ വഴിയാണ് ഇങ്ങനെ കയറി നമ്മളിതിലോട്ട് എത്തിയത്. ഇപ്പോൾ സമയം വന്നിട്ട് 5 മണിയാകും പോകുന്നു. ഇവിടെ നല്ല കോസി ക്ലൈമറ്റാണ്. നല്ല തണുപ്പും നല്ല അടിപൊളി ഫോഗും. നവംബർ ഡിസംബർ ടൈം തന്നെ ആയിരിക്കും ഇവിടെ വരാൻ ബെസ്റ്റ് ടൈം. ഇന്നിപ്പം പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നാളെ രാവിലെ 9:30 ട്രക്കിംഗ് ഉണ്ട്. അതിന് പോകണമെന്ന് വിചാരിക്കുന്നത്. 9:15 ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ റിസപ്ഷനിൽ പോകാൻ പറഞ്ഞായിരുന്നു. ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ വലിയ ട്രക്കിംഗ് ഒന്നും കാണത്തില്ല, ചെറിയ രീതിക്കുള്ളതായിരിക്കും. സ്റ്റിൽ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്തായാലും പോകുന്നതായിരിക്കും. 27 വയസ്സുള്ള കൊച്ചു കുഞ്ഞ്. அவங்க பார்த்தா திட்டு போகிறாங்க. ஐயடா കുഞ്ഞു വാവ. ഇത് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ്. നൈസ്. എല്ലാവർക്കും നൈസ്. ട്രീ ഹൗസ് പോലെ തോന്നും. എന്നാൽ ട്രീ ഹൗസ് അല്ല. അവിടെ റെസ്റ്റോറൻറ്റ്. ഇവിടെ അത്യാവശ്യം വലിയൊരു പൂളുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അല്ല ഇങ്ങനെ ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ ഒരു പറ്റിയ ആണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു ഗെറ്റ് ടുഗദർ പോലെയൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട്. ഇവർക്കൊരു Cloud9 ലോഞ്ച് ബാർ ഒരു സെറ്റപ്പ് ഉണ്ട്. അകത്തൊരു പൂൾ ടേബിള്. നൈസ്. ആണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് ഏരിയ. ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നല്ല തണുപ്പത്ത് ഒരു ഫിൽറ്റർ കോഫി. ഇവിടെ 7 മുതൽ 8 മണി വരെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. നമ്മൾ ഇപ്പോൾ 7:10 തുടങ്ങിക്കാണും. അതിന് പോയിട്ട് അവിടെ നിന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുറത്ത് ഒരു പിസ്സ പ്ലേസ് ഉണ്ട്. നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു സ്പോട്ടാണ്. ഓക്കെ. ചെറിയൊരു പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ലേക്ക് ഫോറസ്റ്റ് ഹോട്ടൽ, അവരുടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്.
നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്തപ്പം ഇവിടുത്തെ പിസ്സ നല്ലതാണെന്ന് കേട്ടെ. ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ചെറിയൊരു പണി കിട്ടി. ഇവിടെ പിസ്സ കഴിക്കാനാണ് വന്നത്. ഞങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടതാണ്, പക്ഷേ പിസ്സ ഇല്ല ഇവിടെ. അതുകൊണ്ട് നൈസായിട്ട് സൂപ്പ് മാത്രം കുടിച്ചിട്ട് വേറെ എന്തെങ്കിലും ഈ തോന്നുന്നു സ്പെഷ്യൽ സാധനം പിസ്സയാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ പിസ്സ ഉണ്ടാക്കുന്ന അവനൊക്കെ ഉണ്ട്, വുഡൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ വീഡിയോസിൽ കണ്ടത് ഇവിടുത്തെ പിസ്സ അടിപൊളിയാണ്. വുഡ് ഫയർഡ് പിസ്സ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനം. ഹോട്ടലിൻ്റെ ഇൻറ്റീരിയറെല്ലാം ഫുൾ ആൻറ്റിക് പീസസ് വെച്ചിട്ടാണ് അവർ ഡെക്കോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ മിററൊക്കെ നോക്കിയേ, ഫുൾ ഒരു ഇംഗ്ലീഷ് ടച്ച്. ഇവിടുത്തെ സ്യൂട്ട് റൂംസ് എല്ലാം അവർ പേരിട്ടയക്കുന്നത് ഫേമസ് ഇംഗ്ലീഷ് പേഴ്സണാലിറ്റീസ്, അതായത് ക്യൂൻ എലിസബത്ത്, പിന്നെ ലേഡി ഡയാന, പിന്നെ ചാർലി ചാപ്ലിൻ, അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സണാലിറ്റീസിൻ്റെ പേരിലാണ് ഇവിടെ സ്യൂട്ട് റൂംസൊക്കെ അവർ. ഹോട്ടൽ സോർ ചിക്കൻ സൂപ്പും പിന്നെ ദോശയാണ് ഓർഡർ ചെയ്തത്. കാരണം ഇവിടെ വീക്കെൻഡ്സിൽ മാത്രമേ പിസ്സ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടിപ്പോൾ ഹോട്ടലിലോട്ട് പോവാണ്. നല്ല ഡിന്നറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ സെപ്പറേറ്റ് വേറൊരു വ്ളോഗായിട്ടായിരിക്കും ചെയ്യുന്നത്. അതിൽ കുറച്ചുകൂടി ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഞങ്ങൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്നുണ്ട്. സോ അടുത്ത വ്ളോഗിൽ കാണാം. ഗുഡ് നൈറ്റ്. Bye. ബൈ.